അഴിമതി കേസിൽ ആരോപണ വിധേയനായ മന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയും മുൻനിർത്തി LDFിന്റെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റ് കളക്ടറേറ്റ് ഉപരോധ സമരം നടന്നു. കന്റോൺമെന്റ് ഗേറ്റ് അടക്കം സെക്രട്ടേറിയറ്റിന് മുന്നിലെ മുഴുവൻ ഗേറ്റുകളും LDF പ്രവർത്തകർ ഉപരോധിച്ചു. സെക്രട്ടേറിയറ്റ് ഉപരോധം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെ 5 മണിയോടെ തന്നെ LDF പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഉപരോധം ആരംഭിച്ചു. ഉപരോധക്കാരെ നേരിടാനും മന്ത്രിമാരെ സുരക്ഷിതമായി സെക്രട്ടേറിയറ്റ് വളപ്പിലെത്തിക്കാനും ബേക്കറി ജംഗ്ഷൻ മുതൽ കന്റോൺമെന്റ് ഗേറ്റ് വരെ പോലീസ് അതീവ സുരക്ഷാ ഇടനാഴി തീർത്തിരുന്നു. എന്നാൽ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ജേക്കബ് ജംഗ്ഷനിൽ V. ശിവൻകുട്ടി MLAയുടെ നേതൃത്വത്തിൽ CPM നേതാക്കൾ കുത്തിയിരുന്നതോടെ പോലീസ് പരിഭ്രാന്തിയിലായി. തുടർന്ന് 1.25 മണിക്കൂറിലേറെ നീണ്ട വാഗ്വാദത്തിനൊടുവിൽ CPM നേതാക്കളായ ശിവൻകുട്ടി, C. ജയൻബാബു, A. റഷീദ്, പുത്തങ്കട വിജയൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നന്ദാവനം AR ക്യാമ്പിലേക്ക് മാറ്റി. തുടർന്ന് 9 മണിയോടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഔദ്യോഗികമായി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. അഴിമതി ഭരണത്തിന്റെ നേതാവാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇവിടെ ഓരോ മന്ത്രിമാരും മത്സരിച്ച് കളവ് നടത്തുകയാണ്. ഈ മന്ത്രിസഭ പകൽ കൊള്ള നടത്തുന്ന കൊള്ളക്കാരുടെ ഒരു കൂട്ടമായി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള അഴിമതിക്കാരുടെ ഒരു കോട്ടയാണ് ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ്. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് മാർച്ച് ചെയ്ത് 10,000-കണക്കായ ജനങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. തുടർന്ന് CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്ന്യൻ രവീന്ദ്രൻ, M. വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, V. സുരേന്ദ്രൻപിള്ള, LDF കൺവീനർ ഗംഗാധരൻ നാടാർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടേറിയറ്റിലെ 4 ഗേറ്റുകൾ ഉപരോധിക്കുക വഴി തലസ്ഥാനം ഇന്നേവരെ കാണാത്ത സമരമുന്നേറ്റം എഴുതി ചേർത്താണ് സെക്രട്ടേറിയറ്റ് ഉപരോധം അവസാനിപ്പിച്ചത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. പ്രതിഷേധത്തിന്റെ ഭാഗമായി LDF പ്രവർത്തകർ ഇന്ന് സംസ്ഥാനത്തെ കളക്ടറേറ്റുകളും ഉപരോധിച്ചു. 10,000-കണക്കിന് ആളുകളാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. തീർച്ചയായും സമരം ശക്തമാകുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തീർച്ചയായും ഇന്നത്തെ ഒരു ദിവസത്തെ പ്രത്യേകത. യാദൃച്ഛികമെന്നോണം ഇന്ന് അരുവിക്കരയിൽ ബാലകൃഷ്ണപിള്ളയും LDFിന് വേണ്ടി പൊതുവേദിയിലെത്തി. ഒപ്പം ബിജു രമേശ് രഹസ്യമൊഴി നൽകിയിരുന്നു. ബാർ ഉടമ ബിജു രമേശ് വിജിലൻസ് പ്രത്യേക കോടതിയിൽ കഴിഞ്ഞ മാസം 30-ന് നൽകിയ രഹസ്യമൊഴി പുറത്തായി. People TV അത് പുറത്തുവിട്ടു. എക്സൈസ് മന്ത്രി കെ ബാബു 10 കോടി രൂപ KM മാണിക്കെതിരെ ഇന്ന് LDF സമരം നടത്തിയപ്പോൾ എക്സൈസ് മന്ത്രി 10 കോടി രൂപ വാങ്ങിയെന്ന രഹസ്യമൊഴി നൽകിയിരിക്കുന്നു. ഇത്തരം സംഭവവികാസങ്ങൾ നടക്കുന്നതിനിടയിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച നടത്തുന്നത്. നമ്മോടൊപ്പം CPMന്റെ മുതിർന്ന നേതാവ് ശ്രീ MV ജയരാജൻ ചേരുന്നു. ശ്രീ ജയരാജൻ, ഇന്നത്തെ സമരം മുൻപുള്ള സമരങ്ങളെക്കാളെല്ലാം ഏറെ ശക്തിയാർന്നതും ഒരുപക്ഷെ ജനങ്ങളെല്ലാം ബഹുജനങ്ങൾ ഏറ്റെടുത്ത ഒരു സമരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ തുടർച്ചയിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു സമരം. എങ്ങനെ വിലയിരുത്തുന്നു? കിട്ടുനാറുന്ന ഭരണമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ആ ഭരണത്തിനെതിരായ ജനരോഷമാണ് ഇരമ്പി വന്നത്. സമരത്തിൽ പങ്കെടുത്ത ബഹുജനങ്ങൾ സമരം അവസാനിക്കുന്നതുവരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് സമരകേന്ദ്രത്തിൽ അണിചേർന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സംരക്ഷിക്കുകയാണ് അഴിമതി മന്ത്രിമാരെ. അതിന് കാരണം മുഖ്യമന്ത്രി കൂടി പ്രതിയാണ് എന്നതുകൊണ്ടാണ്. അഴിമതി സാമ്രാജ്യത്തിൻ്റെ മുടിചൂടാ മന്നനാണ് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ഇന്നിപ്പോൾ ബിജു രമേശിൻ്റെ രഹസ്യമൊഴി കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ സമരത്തിന് പ്രസക്തിയും പ്രാധാന്യവും കൂടുതലാണ്. മാണി മാത്രമല്ല, 10 കോടി രൂപ വകുപ്പ് മന്ത്രിയായ കെ ബാബു കൂടി ബാർ ഉടമകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നതാണ് ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴി. കെ ബാബുവിന് പുറമെ രമേശ് ചെന്നിത്തലയും VS ശിവകുമാറും കൈക്കൂലി വാങ്ങി എന്നും ബിജു രമേശ് തൻ്റെ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കൈക്കൂലി നൽകിയതിനെ തുടർന്ന് ബാർ ലൈസൻസ് ഫീസ് കുറച്ചു കൊടുത്തു എന്നുമുള്ളത് പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ 1 കോടി മന്ത്രി മാണിക്കും 10 കോടി എക്സൈസ് മന്ത്രിക്കും ചെന്നിത്തലക്കും ശിവകുമാറിനുമായി കോടികളും ബാർ ഉടമകൾ നൽകി എന്നത് തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ തെളിവുകളും മന്ത്രി മാണി ഉൾപ്പെടെയുള്ളവർ കൈക്കൂലി വാങ്ങി എന്ന് വ്യക്തമാക്കുന്നതാണ്. ബഹുജന സമരവും കോടതിയുടെ ഇടപെടലും അന്വേഷണം നടത്തിയ വിജിലൻസിന് പ്രഥമദൃഷ്ട്യാ ബോധ്യമായതും മൂലം മാണി പ്രതിയായി ഒരു അഴിമതി കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ കൈക്കൂലി വാങ്ങിയ മറ്റ് 3 മന്ത്രിമാരുടെ പേരിൽ കേസെടുത്തില്ല.
FIR രജിസ്റ്റർ ചെയ്തെങ്കിലും അഴിമതി കേസിലെ പ്രതിയായ മന്ത്രി മാണിയെ സംരക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. കുറ്റപത്രം സമർപ്പിക്കാനോ ഈ അഴിമതിക്കാരായ മന്ത്രിമാരെ ചോദ്യം ചെയ്യാനോ അഴിമതിപ്പണം കണ്ടുകെട്ടാൻ വേണ്ടി മന്ത്രി മന്ദിരങ്ങൾ റെയ്ഡ് നടത്താനോ വിജിലൻസ് തയ്യാറാവുന്നില്ല. ശ്രീ എം വി ജയരാജൻ, ഞാൻ താങ്കളിലേക്ക് ഉടൻ തന്നെ തിരിച്ചു വരാം. ശ്രീ അജിത് കുമാർ, താങ്കൾക്കറിയാം ഇന്നിപ്പോൾ 1 കോടി രൂപയുടെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് KM മാണിക്കെതിരെ വലിയ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇന്ന് യാദൃച്ഛികമെന്നോണം ബിജു രമേശ് കോടതിയിൽ നൽകിയ 30 പേജ് രഹസ്യമൊഴിയുടെ പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ 10 കോടി രൂപയാണ് കെ ബാബുവിന് പണം നൽകിയതായി മൊഴി നൽകിയിട്ടുള്ളത്. നമുക്ക് താങ്കളുടെ അഭിപ്രായ പ്രകടനത്തിന് മുമ്പ് ശ്രീ ബിജു രമേശ് തന്നെ നമ്മോടൊപ്പം തത്സമയം ചേരുന്നു. ബിജു രമേശ്, ഡോക്ടർ ബിജു രമേശ്, താങ്കൾ ഈ റിപ്പോർട്ട് ശ്രദ്ധിച്ചു കാണുമല്ലോ. താങ്കൾ നൽകിയ രഹസ്യമൊഴി 164 വകുപ്പ് പ്രകാരമുള്ള രഹസ്യമൊഴിയാണ്. ഈ രഹസ്യമൊഴിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കാവുന്നത് തന്നെയല്ലേ? രഹസ്യമൊഴി 2 പേർക്കാണ് കിട്ടാനുള്ള സാധ്യത. ഒന്ന് എനിക്കും അല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനും. ഞാൻ അപേക്ഷ ഇതുവരെയും രഹസ്യമൊഴിക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഈ രഹസ്യമൊഴി എങ്ങനെയാണ് പുറത്തു വന്നത്? അതിൻ്റെ സീലിൽ കോടതി പറഞ്ഞിരിക്കുന്ന വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ SP കൊടുത്തതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ രഹസ്യമൊഴി പുറത്തേക്ക് വിട്ടുകൊടുത്തത് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് എന്ന സംശയത്തിൻ്റെ ഒരു ദൃഷ്ടി അതിനകത്ത് വരുന്നു. അതെന്തിനു പുറത്തു വിട്ടു എന്നുള്ള വസ്തുത മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്, അത് വേറെ സമ്മർദ്ദങ്ങൾ ചൊലുത്തി കെ ബാബുവിനെ കൂടി പ്രതിയാക്കുന്നതിലേക്ക് വേണ്ടി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കായി അതിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കുകളുടെ ഭാഗമാണോ എന്നൊക്കെ നമ്മൾ മനസ്സിൽ വരുന്നൊരു സംശയങ്ങളാണ് അത് പുറത്തു വിട്ടത്. ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ വേണ്ടാന്ന് പറഞ്ഞു ഇരിക്കുന്ന സമയത്ത് ഈ രഹസ്യമൊഴി പുറത്തു വരുന്നതോടുകൂടി അതിൻ്റെ ഒരു സാധ്യത വരുത്തുന്നതിന് വേണ്ടി ഐക്കാർ തന്നെ ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയം ഇപ്പോൾ അതിനകത്ത് തോന്നുന്നു. അല്ലാതെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ കോപ്പി പുറത്തു വന്നിരിക്കുന്നത്. ഈ ചാനലുകളിൽ വന്നിരിക്കുന്ന കോപ്പിയിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയതായിട്ടാണ് അതിൽ സീൽ എഴുതിയിരിക്കുന്നത്. ഇതെങ്ങനെ പുറത്തു വന്നു? അതെ ബിജു, ഡോക്ടർ ബിജു, ഞാൻ ആദ്യമേ ചോദിച്ചല്ലോ, താങ്കൾ ഈ രഹസ്യമൊഴി പുറത്തു വന്നിരിക്കുന്ന രഹസ്യമൊഴി താങ്കൾ സ്ഥിരീകരിക്കുന്നുണ്ടോ? ഈ പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും കോടതി മുമ്പാകെ സത്യം ചെയ്തതിന് ശേഷം കോടതിയുടെ ചേംബറിൽ കോടതി ഇൻ ക്യാമറയിൽ വെച്ച് സത്യസന്ധമായി പറഞ്ഞ അത് ജഡ്ജിയോട് പറഞ്ഞ നല്ലത്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അജിത് കുമാർ, തീർച്ചയായും 164 വകുപ്പ് പ്രകാരം രഹസ്യമൊഴി കോടതിയിൽ അടച്ചിട്ട കോടതി മുറിയിൽ നൽകിയ മൊഴിയിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ വിജിലൻസിന് തന്നെ ഇപ്പോൾ കേസെടുക്കേണ്ടി വരില്ലേ കെ ബാബുവിനെതിരെ? VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ലെന്നാണ് പറഞ്ഞത് വിജിലൻസ്. അല്ല, ബിജു രമേശ് പറഞ്ഞ മൊഴിയാണ് അന്ന് അദ്ദേഹം സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അദ്ദേഹം പറഞ്ഞ മൊഴിയാണ്. അദ്ദേഹം ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് ഒരു മജിസ്ട്രേറ്റിന് മുമ്പിലാണ് രഹസ്യമൊഴി നൽകിയത്. അതുകൊണ്ട് അതിന് നിയമപരമായ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോയേ പറ്റുള്ളൂ. അത് ഏത് മന്ത്രിയായിരുന്നാലും ഏത് ഗവൺമെൻറ് ആയിരുന്നാലും തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് അത് ആർക്കൊക്കെ എതിരെ, നേരത്തെ ബിജു രമേശൻ പറഞ്ഞ പോലെ അതിന് ഗ്രൂപ്പിൻ്റെയോ ഗ്രൂപ്പില്ലായ്മയുടെയോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ ആരോപിതരായ വ്യക്തി അതെന്തൊക്കെ ആരോപണം ഉന്നയിച്ചോ ആ വ്യക്തിക്കെതിരെ കേസെടുത്തേ പറ്റൂ, ആ വ്യക്തിക്കെതിരെ നടപടിയെടുത്തേ പറ്റൂ. അത് കെ ബാബു ആയിരുന്നാലും ആരായിരുന്നാലും അതുകൊണ്ട് ആ തരത്തിലുള്ള നടപടി ഉണ്ടായേ പറ്റുള്ളൂ. ആ നടപടിയെക്കുറിച്ച് ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ബിജു രമേശൻ്റെ വാക്കുകളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ വിജിലൻസിനാവില്ല എന്നറിയാം. പക്ഷേ അങ്ങനെ ബിജു രമേശൻ്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എങ്കിൽ അതേക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം. അതേക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം ഉണ്ടാകണം. ഭാസുരേന്ദ്രബാബു, വളരെ പ്രധാനപ്പെട്ട ബാർ കോഴ വിവാദം പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറുകയല്ലേ? ഒരു കോടതിയിലെ രഹസ്യമൊഴി പുറത്തായിരിക്കുന്നു. ആ രഹസ്യമൊഴി നൽകിയ ആൾ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. നമ്മുടെ ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണത്. അല്ല, അതിനകത്ത് ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ നാം കാണാത്തത് കൊണ്ടാണ് ഇതിനെ വൈചിത്ര്യം നമുക്ക് തോന്നുന്നത്. ഈ കളിയുടെ ഒരു സവിശേഷത എനിക്ക് തോന്നുന്നു അജിത് കുമാർ, എൻ്റെ സുഹൃത്ത് അജിത് കുമാറിനൊക്കെ അറിയാവുന്നത് മാതിരി ഇതിൻ്റെ ഒരു സവിശേഷത ബിജു രമേശും അതുമാതിരി തന്നെ കേരള മന്ത്രിസഭയും പോലീസും കള്ളനും കളിക്കുകയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബിജു രമേശിൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്നറിയാത്തത് കൊണ്ട് അത് വരുന്നത് വരെയാണ് മാണിയും ബാബുവും ഒക്കെ കാത്തിരിക്കുന്നത്. അദ്ദേഹമാകട്ടെ കണ്ടശ അത് പുറത്തേക്ക് വിടുന്നത് ഇവരവലംബിക്കുന്ന രീതിയാണ്. ഒരു കേസ് വന്നാൽ അപ്പോൾ തന്നെ അതിനെ തേച്ചുമാച്ചു കളയാനും ആരോപിതനെ രക്ഷിക്കാനുമുള്ളൊരു ശ്രമമാണ് കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മന്ത്രിസഭയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള കളി നടത്തുമ്പോൾ വളരെ ശ്രദ്ധാപൂർവ്വം കളിക്കണമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ബിജു രമേശ് വളരെ ബുദ്ധിപൂർവ്വം മജിസ്ട്രേറ്റിന് തന്നെ തൻ്റെ മൊഴി നൽകിയത്. വളരെ റിസ്ക് കവർ ചെയ്തൊരു ഫാക്ടറാണ് പ്രദീപ് അത്. കാരണം അതുവഴി അദ്ദേഹം സ്വന്തം റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നാണ് പറയുന്നത്. മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന ആ മൊഴി അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഒരു രഹസ്യ സാധനമായി ഗവൺമെൻറ് ഡോക്യുമെൻ്റായി മാറുന്ന സമയത്ത് അതിന് വലിയ വിലയും
വലിയ പ്രസക്തിയുമുണ്ട്. അങ്ങനെ മജിസ്ട്രേറ്റ് കൊടുത്ത തിരിച്ച് ക്രൈം ഇവർക്ക് തന്നെ വിജിലൻസിന് തന്നെ കൊടുക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയുന്നത് മാതിരി SP നിലവാരത്തിൽ ഇരിക്കുകയാണ് ആ മൊഴി പകർപ്പ് വിജിലൻസ് എന്നല്ലാതെ എവിടെ നിന്നും ലഭിക്കാനിടയില്ല. അപ്പോൾ വിജിലൻസ് തന്നെ അത് പുറത്തേക്ക് വിടുന്നുവെങ്കിൽ അതിനി മാറ്റിവെക്കേണ്ട, അതിൻ്റെ പേരിൽ നടപടി ആരംഭിക്കാം എന്ന് ഗൗരവതരമായി അതിനകത്ത് തന്നെ ആരോ തീരുമാനിച്ചിരിക്കുന്നു. ഡോക്ടർ ബിജു രമേശ്, താങ്കൾ ആദ്യം ഈ വാർത്ത, ഈ കത്ത് അല്ലെങ്കിൽ ഈ മൊഴിയുടെ പകർപ്പ് നമുക്ക് ലഭിക്കുമ്പോൾ മന്ത്രി PJ ജോസഫിന്റെ പേര് കൂടി അതോട് ചേർത്ത് വെച്ചിരുന്നു. എന്താണ് അതിന്റെ പുറകിലുള്ളത്? മന്ത്രി PJ ജോസഫിനാണ് ഇത് കിട്ടിയതെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. അല്ല, ആദ്യത്തെ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിലെ മൊഴിയിൽ പറയുന്നുണ്ടായിരുന്നു ശ്രീ തങ്കച്ചനും ശ്രീ സാജു ഡൊമിനിക്കും ചേർന്ന് പൈസ കൊണ്ടുപോയി മാണിസാറിൻ്റെ വസതിക്കുള്ളിൽ കൊണ്ടുപോയി കൊടുത്തത്. ശ്രീ സാജു ഡൊമിനിക്ക് ഗേറ്റ് വരെയും പോയി വണ്ടിയിൽ നിന്നും കൊണ്ടുവന്ന് തങ്കച്ചൻ്റെ കൊടുത്തു. ശ്രീ തങ്കച്ചൻ സംസ്ഥാന ട്രഷറാണ് അദ്ദേഹം. അവരെല്ലാം കേരള കോൺഗ്രസ്സുകാരുമാണ്. അദ്ദേഹം ക്യാഷുമായിട്ട് കൊണ്ടുപോയി അകത്തുള്ള മന്ത്രിയുടെ വസതിയിലുള്ള ജോൺ കല്ലാട്ടിൻ്റെ കയ്യിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. ആ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം വിജിലൻസിന് മൊഴി നൽകാനെന്ന് ശ്രീ PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ തൊടുപുഴ അവരെ വിളിച്ചു വരുത്തി സംസാരിക്കുകയും ചെയ്തു എന്നുള്ള വിവരം അവർ ഞങ്ങളത് കൂടുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിളിച്ച് പറയുകയാണ്. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ സംസാരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. PJ ജോസഫ് ഞങ്ങളെ തൊടുപുഴയിൽ വിളിച്ചു വരുത്തി അദ്ദേഹം ആവശ്യപ്പെട്ടു, ഇത് ഈ പറയപ്പെടുന്ന ഈ ഒരു വരി മാത്രം അതിൽ നിന്ന് ഒഴിവാക്കണം, നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ പോയി എന്ന് പറഞ്ഞുള്ള പൈസ കൊണ്ട് കൊടുത്തു എന്നുള്ള വരി അതിലപ്പം ക്വിക്ക് വെരിഫിക്കേഷൻ്റെ ആ വരികൾ കംപ്ലീറ്റ് ശ്രീ PJ ജോസഫ് വായിച്ചിട്ടുണ്ട് എന്ന് വസ്തുത വ്യക്തമാണ്. അപ്പോൾ ഇവരുടെ മൊഴിപ്പകർപ്പുകൾ കംപ്ലീറ്റ് മന്ത്രിമാർക്ക് കിട്ടുന്നു. അവർക്കതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഡിലീറ്റ് ചെയ്യേണ്ട, ഒഴിവാക്കിയിട്ട് മൊഴി കൊടുക്കണമെന്ന് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഞാൻ അവരോട് 100% ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആ രണ്ടുപേരും മൊഴി മാറ്റി പറഞ്ഞില്ല. പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഉറച്ച നിലപാടിൽ തന്നെ അന്തസ്സോടുകൂടി പറയുകയും ചെയ്തു. ഇത്രമാത്രം പല രീതിയിലുള്ള സമ്മർദ്ദം വന്നിട്ടും ശ്രീ സാജു ഡൊമിനിക്കും പറഞ്ഞില്ല, ശ്രീ തങ്കച്ചനും മാറ്റി പറഞ്ഞില്ല. അവരുടെ കേരള കോൺഗ്രസ്സുകാർ കൂടിയാണ് എന്ന വസ്തുത തള്ളിക്കളയരുത്. അവർ വളരെ സത്യസന്ധമായി തന്നെയാണ് വിജിലൻസിൽ മൊഴി നൽകിയിട്ടുള്ളത്. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ഈ വാർക്കോഴെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും മന്ത്രിയായിട്ടും രമേശ് ചെന്നിത്തലയായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞത് ശ്രീ KM മാണി അഴിമതി നടത്തി അല്ലെങ്കിൽ KM മാണി കാശ് വാങ്ങി എന്ന് ഇതുവരെ ആരും വിജിലൻസിന് നേരിട്ട് മൊഴി നൽകി അല്ല. ഈ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട് 50 ലക്ഷം രൂപ പാലായിലെ വീട്ടിൽ കൊണ്ടുപോയി നൽകി എന്നുള്ളത് ഈ ഇന്നത്തെ രഹസ്യമൊഴിയിലുണ്ട്. അല്ല, ആര് കൊണ്ടുപോയി ഞാൻ പറയാം, ഒന്നുകിൽ നേരിട്ട് കൊടുത്തു എന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ നേരിട്ട് കൊടുക്കുന്നത് കണ്ടു എന്നൊരു വ്യക്തിയോ. ഈ കൃഷ്ണദാസ് എന്നുള്ളൊരു ബാർ ഉടമയുടെ പേര് കൂടി താങ്കൾ ഇന്ന് ചോർന്നു വന്ന മൊഴിയിൽ ഉണ്ട്. കൃഷ്ണദാസ് എന്ന ബാർ ഉടമ അദ്ദേഹമാണോ ഇതിന് പുറകിൽ? അത് മാത്രമല്ല കെ ബാബു 10 കോടി രൂപ വാങ്ങിയത് അതായത് ഈ ബാർ ലൈസൻസിനുള്ള തുക കുറച്ച് നൽകാൻ വേണ്ടിയാണെന്നുള്ളത്. അത് എക്സ്ചക്കറിലേക്ക് ഗവൺമെന്റിലേക്ക് ജനങ്ങളുടെ പണമാണ്. അത് കുറച്ച് നൽകാൻ വേണ്ടി 10 കോടി രൂപ വാങ്ങിയെന്നും താങ്കളുടെ പരാതിയിൽ അല്ലെങ്കിൽ ആരോപണത്തിലുണ്ട്. അതിന് തക്കതായ കാരണങ്ങൾ താങ്കളുടെ കൈവശം ഉണ്ടായിരിക്കുമല്ലോ, തെളിവുകളും. തീർച്ചയായിട്ടും. കാര്യം ആദ്യം ബാബു വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത് 30 ലക്ഷം രൂപ ആക്കാനാണ് ഉദ്യോഗസ്ഥർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥർ സംസാരിക്കാനായിട്ട് വന്നിട്ട് ഞങ്ങളെ പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിന് മന്ത്രിയുടെ ചേംബറിൽ തന്നെയാണ് വിളിച്ചു വരുത്തി ഇരുത്തിയത്. ഒരു വശത്ത് ഉദ്യോഗസ്ഥർ ഇരിക്കുന്നു, മന്ത്രിയുടെ മുൻവശത്തുള്ള കസേരകളിൽ ഞങ്ങളിരിക്കുന്നു. ബാർ അസോസിയേഷൻകാരാണ് മന്ത്രിയുടെ മുൻവശത്തിരുന്നത്. ഇടതുവശത്തായിട്ട് ടാക്സ് സെക്രട്ടറിയും എക്സൈസ് കമ്മീഷണറും ജോയിൻറ്റ് കമ്മീഷണർമാരും അടക്കമുള്ളവരും മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഇരിക്കുന്നു. ഞങ്ങൾ മുൻവശത്തിരിക്കുന്നു. മന്ത്രി പറയുകയാണ് അവർ 30 ലക്ഷം രൂപയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നമ്മുടെ രാജ്കുമാർ സംസാരിക്കാൻ തുടങ്ങി. 3 മണിക്കൂർ സമയം കുറച്ചു. അതുകൊണ്ട് പ്രപ്പോർഷനേറ്റായിട്ട് ഞങ്ങൾക്ക് 18 ലക്ഷം രൂപ ആക്കി തരണമെന്നൊക്കെ പറഞ്ഞ് ചർച്ച കുറച്ച് ദൂരം പോയിക്കപ്പോൾ നമ്മുടെ സുരേന്ദ്രൻ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം അദ്ദേഹം പറഞ്ഞു ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഒരു 25 ലക്ഷത്തിൽ നമുക്കിത് തീർക്കാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മന്ത്രി തന്നെ ഈ മീറ്റിംഗ് പിരിച്ചുവിട്ടു. ഉദ്യോഗസ്ഥരെയും പറഞ്ഞു വിട്ടതിന് ശേഷം മറ്റുള്ളവരെ ഒഴിവാക്കിയതിന് ശേഷം ഞങ്ങൾ 4 പേര് മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. ഞാനുണ്ടായിരുന്നു, കൃഷ്ണദാസ് ഉണ്ടായിരുന്നു, ബിനോയ് ഉണ്ടായിരുന്നു. പിന്നെ ബിനോയ് എന്ന് പറഞ്ഞാൽ എലിഗൻസ് മന്ത്രിയുടെ പാർട്ണർ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ബിനോയ് ഉണ്ടായിരുന്നു. ഏതായാലും ഡോക്ടർ ബിജു രമേശ് താങ്കൾക്കെതിരെ നിയമ നടപടിയുമായി അടുത്ത ആഴ്ച നിയമ നടപടിയുമായി പോകുമെന്നാണ് ഇന്ന് എക്സൈസ് മന്ത്രി ബാബു പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ശ്രീ MV ജയരാജനിലേക്ക് പോകുന്നു. ശ്രീ MV ജയരാജൻ, 10 കോടി രൂപ കോഴയുടെ കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായും LDF ഏത് രീതിയിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിൽ കെ ബാബു ഇന്ന് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ പറയുകയുണ്ടായി എന്തിനാണ് സർക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടി ഭരിക്കുന്നത്? ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്.
കേരളത്തിൽ നടക്കുന്നത് കുംഭകോണങ്ങളുടെ കുംഭമേളയാണ്. ശ്രീ ബിജു രമേശ് പറഞ്ഞത് കൈക്കൂലി നേരിട്ട് കൊണ്ടുപോയി കൊടുത്തു എന്നാണ്. കൊടുത്തിയ ആളുകൾ ഇന്ന ആളുകളാണ് എന്ന വിവരവും പുറത്തു വന്നു. അവർ തന്നെ വിജിലൻസിന് മൊഴിയും കൊടുത്തു, ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ആ വാഹനം ഓടിച്ച ഡ്രൈവർ പറഞ്ഞു ആ വണ്ടി ഞാനാണ് ഓടിച്ചത്. ഇതെല്ലാം വസ്തുത പുറത്തു വന്നെന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ബിജു രമേശ് രഹസ്യമൊഴി വിജിലൻസ് പോലീസ് കോടതിയിൽ നിന്ന് ഹർജി കൊടുത്ത് വാങ്ങിയതിന് ശേഷം വിജിലൻസ് പോലീസിൻ്റെ സീലോടുകൂടിയുള്ള രേഖ പുറത്തു വന്നതിനെക്കുറിച്ച് കൂടി ബിജു രമേശ് പറയാണ്. ഈ രേഖ പുറത്തു വന്നപ്പോൾ ഈ മൊഴി കൊടുത്ത ബിജു രമേശ് നമ്മളെ മുമ്പിൽ പറയുകയാണ്, ഞാൻ പറഞ്ഞ മൊഴി തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പരം അജിത്തെ വേറെ എന്ത് തെളിവാണ് വേണ്ടത്? ഈ കള്ളന്മാരെ പിടിച്ചിട്ട് അങ്ങോട്ട് ജയിലിൽ വെക്കുക. ആ കേന്ദ്രമന്ത്രി അജിത് രാജിയെ പിടിച്ച് ജയിലിൽ വെച്ചതുപോലെ, ആ തിഹാർ ജയിലിൽ വെച്ചതുപോലെ പൂജപ്പുര ജയിലിലോ മാത്രം അടക്കുക എന്നല്ലാതെ, തിഹാർ ജയിലിലായാൽ ഗോതമ്പിൻ്റെ പശപശികളെ ഉണ്ടിയാണ് കിട്ടുക, നമുക്ക് പൂജപ്പുരിയാകുമ്പോൾ ചപ്പാത്തി കൊടുക്കുക. ഇനി കഴിയുന്നതും വേഗത്തിൽ ഈ അഴിമതി പണ്ടാരങ്ങളെ പിടിച്ച് ജയിലിലാക്കുക. തീർച്ചയായും ശ്രീ എം വി ജയരാജൻ തിരിച്ചു വരുന്നു. താങ്കളേക്ക് ഉടനെ തിരിച്ചു വരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ ഒരു വളരെ പ്രസക്തമായ ഒരു സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. ഈ ബാർ കോഴക്കേസും അതുപോലെ തന്നെ ബാർ കോഴക്കേസ് തേച്ചു മാറ്റി കളയാൻ ഹീനശ്രമം നടക്കുന്നുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മതനിരപേക്ഷ കക്ഷികളെയും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നതാണ് LDFിൻ്റെ നയമെന്നും അതുവഴിയായിരിക്കും ഇത്തരം അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരാൻ എക്സ്പോസ് ചെയ്യാൻ ചെയ്യുമെന്ന് അദ്ദേഹം പറയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം കേട്ടതിന് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചു വരാം. നൽകിയതാണ്. അവർ ഇതെല്ലാം തന്നെ തേച്ചുമാറ്റി കളഞ്ഞ് എങ്ങനെയും രക്ഷപ്പെടാനുള്ള അത്യന്തം ഹീനമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. പക്ഷേ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളെയും സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ ബാർ കോഴ കേസ് ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒരു ആർട്ടിക്കിൾ 164 വകുപ്പ് പ്രകാരം കോടതിയിൽ രഹസ്യമൊഴി പറഞ്ഞതുവരെ പുറത്തു വന്നിരിക്കുന്നു. എന്നിട്ടും പഴയ പോലെ തന്നെ അത് തേച്ചു മാറ്റി കളയാനാവില്ല പ്രദീപിനി. അതിന് കാരണം അത്രത്തോളം ബലവത്തായ കാര്യങ്ങളാണ്, സപ്പോർട്ടിങ് എവിഡൻസ്. ഉദാഹരണത്തിന് KM മാണിയുടെ മകൻ തന്നെ നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ, അത് നിസ്സംശയം അത് തെളിയിക്കപ്പെടുന്ന ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കേസിൽ നിന്ന് രക്ഷപ്പെടാം ബാബുവിനോ മാണിക്കോ എന്നവർ കരുതുന്നില്ല. മറിച്ച് ഇനി കൂടുതൽ അന്വേഷണങ്ങൾ വന്നാൽ ധാരാളം ഏരിയകളിലേക്ക് ഇത് സഞ്ചരിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസിനെ സ്വാധീനിച്ചുകൊണ്ട് PJ ജോസഫ് വിജിലൻസിന് കൊടുക്കുന്ന മൊഴികൾ വായിച്ച് മനസ്സിലാക്കി ഇന്ന ഭാഗങ്ങൾ മാറ്റി പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവിഹിതമായ അത്തരം ഇടപെടലുകൾ വിജിലൻസിന് ലഭിക്കുന്നു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ആരാണ് കൊടുക്കുന്നത് ഡയറക്ടർ ആവണമെന്നൊന്നുമില്ല. ഏതായാലും അത്തരമൊരു സാഹചര്യത്തിൽ എത്ര നാൾ നീട്ടിക്കൊണ്ടുപോകാം എന്നല്ലാതെ എങ്ങനെ ഡ്രോപ്പ് ചെയ്യാം എന്ന് വിചാരിക്കാവുന്ന അവസ്ഥയുടെ കടമ്പ ഏതായാലും ഈ കേസിൽ താണ്ടി കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി സർക്കാർ കാണുന്നത്. ഓരോ ദിവസം കഴിയുമ്പോഴും കുരുക്ക് മുറുകുക തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ശ്രീ അജിത് കുമാർ, ഈ ഡോക്ടർ ബിജു രമേശ് ഈ ഒരു സമരം അല്ലെങ്കിൽ ഈ ഒരു വിഷയം സമൂഹത്തിലേക്ക് എടുത്തു പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു, ഇത്രയും എത്തി നിൽക്കുന്നു. ഇനി എന്താണ് ചെയ്യാനുള്ളത്? അല്ലല്ല, എനിക്കിപ്പോഴും ഈ വിജിലൻസ് കേസുമായിട്ട് ബാർ കോഴ കേസിലെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് സംശയം നിൽക്കുകയാണ്. കാരണം ഞാൻ ഇവരുമായിട്ട് പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നേരിട്ട് ഒന്നുകിൽ ബാർ കോഴ കേസിൽ ഇന്നാർക്ക് ഞാൻ പണം കൊടുത്തു എന്നാരും മൊഴി നൽകിയിട്ടില്ല, ആ പണം ഇന്ന വ്യക്തി പണം കൊടുക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്നാരും മൊഴി നൽകിയിട്ടില്ല എന്നാണ് ഈ പല മന്ത്രിമാരും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ പറയുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ കേസ് നിലനിൽക്കൂ. ആളെ കൈക്കൂലി കേസിൽ കുരുക്കാൻ വേണ്ടി കൊടുത്ത പൈസ അല്ലാതെ അല്ല, അതല്ല പ്രശ്നം. ഈ നേരിട്ട് കാശ് ഇപ്പം FIR എടുത്തു കഴിഞ്ഞു, ആ കേസ് കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ എൻ്റെ ചോദ്യം ഞാൻ ബിജു രമേശിനോട് നേരത്തെ ചോദിച്ച് ആവർത്തിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും. MV ജയരാജൻ ഞാൻ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ ചോദ്യം, ഈ നേരിട്ട് കേസിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ സംവിധായകൻ ഹരികുമാറിൻ്റെ വിവാഹ സ്ഥലത്ത് വെച്ച് ഞാൻ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് KM മാണിക്കെതിരെ നടപടി എടുക്കുന്നില്ല? രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതുവരെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ന വ്യക്തി ഞാൻ KM മാണിക്ക് പണം കൊടുത്തു
അല്ലെങ്കിൽ KM മാണിക്ക് ഇന്ന വ്യക്തി പണം കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഉണ്ടെങ്കിൽ കുറ്റപത്രം ഉണ്ടാകും. ഇതൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. താങ്കളുടെ ഒരു ഈ ഫൈറ്റിന്റെ ഒരു അവസാന ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഒന്നുകൂടി വ്യക്തമാക്കാമോ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ആദ്യം കൊണ്ടുപോയി കൊടുത്തത് ജോൺ കല്ലാട്ട്, എടശ്ശേരി ജോസ്, കൃഷ്ണദാസ്, MD ധനേഷ്, രാജ്കുമാർ, ഇത്രയും പേര് കൂടി ചേർന്നാണ് മാണിസാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൈസ. ഇവർക്ക് വീട്ടിനകത്ത് കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി കൊടുത്തത് തങ്കച്ചനാണ്. സംസ്ഥാന ട്രഷറായ അംബാസിഡർ ഹോട്ടലിൻ്റെ ഓണറായ തങ്കച്ചനാണ് വീട്ടിനകത്ത് കൊണ്ടുപോയി ജോൺ കല്ലാട്ടിൻ്റെ പൈസ കൊടുക്കുന്നത്. ഇത് ആദ്യത്തെ ഇത്. രണ്ടാമത് കൊടുത്തത് അനിമോനും കൃഷ്ണദാസ്, ധനേഷ്, രാജ്കുമാർ, ഇവരുടെ എല്ലാം ആ പറയപ്പെടുന്ന ആ സമയത്തുള്ള ടെലിഫോൺ ടവേഴ്സിലെല്ലാം ആ സമയത്ത് മാണിസാറിൻ്റെ വീട്ടിലുണ്ടായിരുന്നിട്ട് റെക്കോർഡ്സ് ഉണ്ട്. മൂന്നാമത് കൊണ്ടുപോയി കൊടുത്തത് എൻ്റെ ഡ്രൈവറായിരിക്കുന്ന അമ്പിളിയും ഉണ്ണിയുമാണ്. അമ്പിളിയാണ് പൈസ ക്യാരി ചെയ്തുകൊണ്ട് ഉണ്ണിയുടെ കൂടെ ഉണ്ണി അകത്ത് നിൽക്കുകയായിരുന്നു. പൈസ കൊണ്ടുവരാൻ മൊബൈലിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തിരിച്ച് പൈസ വണ്ടി പോയി എടുത്തുകൊണ്ട് വന്ന് വണ്ടിയിൽ നിന്നും കൊണ്ടുപോയി മാണിസാറിൻ്റെ വീട്ടിനകത്ത് കൊണ്ടുപോയി ഉണ്ണിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഉണ്ണിയുടെ കയ്യിൽ നിന്ന് മാണിസാർ പൈസ വാങ്ങിക്കൊണ്ട് പോകുന്ന നേരിട്ട് കണ്ട ദൃക്സാക്ഷിയാണ്. ഡോക്ടർ വിജയ രമേശ്, വളരെ സാന്ദർഭികമായ ഒരു ചോദ്യം. ഈ പൈസ എല്ലാം കൊടുക്കുന്നത് ഒരിക്കലും മദ്യനയം, VM സുധീരൻ മദ്യനയത്തെക്കുറിച്ച് പറഞ്ഞതിനും ബാറുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിക്കുന്നതിനൊക്കെ മുൻപല്ലേ? മുൻപാണ്. പക്ഷേ ഈ പൈസ കൊടുക്കുന്നത് മുൻപല്ല. VM സുധീരൻ ഇടപെട്ടതിന് ശേഷമാണ്. ബാബുവിനോട് ലൈസൻസ് പുതുക്കുന്നത് ആലോചിച്ചതിന് ശേഷം പുതുക്കിയാൽ മതിയെന്ന് പറയും. ബാബു അത് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അത് ക്യാബിനറ്റിൽ വെച്ച് നമുക്ക് പാസ്സാക്കി കൊടുക്കാം. ബാബുവിനോടല്ലേ പുതുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് ക്യാബിനറ്റിൽ വെച്ച് ചെയ്തു കൊടുക്കാമെന്ന് പറയും. അതുകൊണ്ടാണ് ഈ ലൈസൻസ്, സാധാരണ ഇത് എക്സൈസിലെ ഡിവിഷണൽ ഓഫീസിൽ മാത്രം പുതുക്കി പോകുന്ന ഒരു സംഭവമാണ്. അത് നേരെ ലൈസൻസിൻ്റെ വിഷയവുമായി നേരെ ക്യാബിനറ്റിൽ കൊണ്ടുവയ്ക്കുകയും ആ സമയത്താണ് അസോസിയേഷൻ അംഗങ്ങളാവുന്നവർ മുഖ്യമന്ത്രിയെ പോയി കാണുകയും ഈ മാണി സാറിനെയും കുഞ്ഞാലിക്കുട്ടി സാറിനെയും പോയി കണ്ടേക്കുക, ബാക്കിയൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് പറയുകയും ചെയ്തു. അജിത് കുമാർ, താങ്കൾ കുറച്ചെങ്കിലും ക്ലാരിറ്റി നമുക്ക്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെയാണ് പറയുന്നത്, പൊതുസമൂഹം അത് തീരുമാനിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് നടന്നതെന്ന്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി തെളിവുകളുടെ അഭാവം മാത്രം ബാക്കി നിൽക്കുന്നു. രമേശ് ചെന്നിത്തല, നമുക്കറിയാം വിജിലൻസിൽ നിന്ന് ഇത് ചോർന്നു പോകണമെങ്കിൽ പ്രദീപ്, ഞാൻ ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇന്ന് ഞാൻ രമേശ് ചെന്നിത്തലയോട് സംസാരിച്ച കഥയാണ്. ശ്രീ MV ജയരാജൻ ഈ അഴിമതിക്കാരെ മൊത്തം ജയിലിൽ അടയ്ക്കുന്നതിന് ഞാൻ അനുകൂലമാണ്. വിജയരാജൻ അങ്ങ് ജയിലിൽ കിടന്നപ്പോഴും ഞാൻ വന്ന് കണ്ടതാ, നമ്മുടെ സുഹൃത്തുക്കൾ. ഞാൻ പറഞ്ഞേ, അതിനകത്ത് ഒരു സംശയം വേണ്ട. ഓരോ അഴിമതിക്കാരനെയും അത് LDF ആകട്ടെ UDF ആകട്ടെ ആരായിരുന്നാലും ഇവരെ മൊത്തം അകത്താക്കണം. അതിന് നമുക്ക് കൂട്ടായി എത്തിക്കാം. എൻ്റെ പോയിന്റ് ഞാൻ ചോദിച്ചു, രമേശ് ചെന്നിത്തല ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് KM മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല? അപ്പോൾ രമേശ് ചെന്നിത്തല എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ ബിജു രമേശൻ ഇപ്പോൾ പറയുന്നു അവർക്ക് നേരിട്ട് ഞാൻ പറയൂ അതിന് ഉത്തരം ഞാൻ പറയാ. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അജിത് കുമാർ, ഹലോ, പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അജിത് കുമാർ ഇപ്പോൾ വ്യക്തമാക്കിയതുപോലെ നമുക്ക് കൂട്ടായി അഴിമതിക്കാരെ ജയിലിലടക്കാൻ തക്ക ബഹുജന രോഷമുയർത്താം. താങ്കൾ പേനയിലൂടെയും ഞങ്ങൾ സമരത്തിലൂടെയും അത് സംഘടിപ്പിക്കാം. പക്ഷേ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം, ആ വിജിലൻസിനെ കൂട്ടിലിട്ട പട്ടിയാക്കി ഈ ഉമ്മൻചാണ്ടി സർക്കാർ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ബിജു രമേശ് ഇപ്പോൾ പറഞ്ഞ എല്ലാ വസ്തുതകളും വിജിലൻസ് മൊഴികളായി വിവിധ സ്റ്റേറ്റ്മെൻറ്റുകളായി രേഖപ്പെടുത്തി കുറ്റപത്രം സമർപ്പിച്ചേനെ. ഈ പട്ടിക്കൊരു പ്രത്യേകതയുണ്ട്, അത് കൂട്ടിലിട്ടാൽ പോലും യജമാന സ്നേഹം കാണിക്കും. വിജിലൻസ് ഇപ്പോൾ കൂട്ടിലിട്ട പട്ടിയാണ്, അവർ യജമാന സ്നേഹം കാണിക്കുകയാണ്. ഈ യജമാന സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയും മാണിയും ചെന്നിത്തലയും ബാബുവും മാറട്ടെ. തൊട്ടടുത്ത ദിവസം അജിത്ത് പറഞ്ഞ തെളിവ് സ്റ്റേറ്റ്മെൻറ്റായി വിജിലൻസിൻ്റെ കയ്യിലെത്തും. ആ രാജയോട്, കേന്ദ്രമന്ത്രി രാജയോട് അന്ന് കാണിച്ചത് ഇതേ രീതിയായിരുന്നു. മൻമോഹൻ സിംഗ് രാജിക്കത്ത് ഇങ്ങോട്ട് എഴുതി വാങ്ങി. CBI ഉടൻ ചോദ്യം ചെയ്യേണ്ട ആ പട്ടിക, ഉദ്യോഗസ്ഥ പട്ടിക മുഴുവൻ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു, നിയമപരമായി ചോദ്യം ചെയ്തു. മന്ത്രിയെ ചോദ്യം ചെയ്യാൻ എൻ്റെ അജിത്തെ
ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കീഴിലുള്ള ഒരു വിജിലൻസ് ഉദ്യോഗസ്ഥന് ധൈര്യം കാണിക്കൂല. ഇന്നത്തെ മറ്റൊരു സംഭവവികാസം കൂടി നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ടതുണ്ട്. PC ജോർജ് ഇന്ന് സോളാർ കമ്മീഷന് മുൻപിൽ മൊഴി നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴി നൽകുന്നതിന് മുൻപ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട 1-2 പോയിന്റുകളിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക തിരിമറി വൻ തോക്കുകൾ ഉൾപ്പെട്ട ഒരു സാമ്പത്തിക തിരിമറിയാണ് നടന്നതെന്നും സരിത ഒരു ഏജന്റ് മാത്രമായിരുന്നെന്നുമാണ് PC ജോർജ് പറഞ്ഞത്. ബാലകൃഷ്ണപിള്ള സോളാർ കമ്മീഷന് നൽകിയ മൊഴി ശരിയാണെന്നും അതോടൊപ്പം കരുണാകരൻ്റെ ഒരു പാവം പയ്യനുണ്ട് ആൻഡോ എന്ന പേരിൽ, ആ ആൻഡോയുടെ പ്രോജക്റ്റാണിത്. ഉമ്മൻചാണ്ടിക്ക് 60,000 കോടി രൂപയുടെ വേസ്റ്റ് മാനേജ് പദ്ധതിയും 1 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയുമായിട്ട് 2011 ജൂലൈയിലാണ് മുഖ്യമന്ത്രിക്ക് ഇത് സമർപ്പിച്ചത്. പിന്നീട് ആൻ്റണിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആര്യാടൻ മുഹമ്മദും കെ ബാബുവും ഇടപെട്ടതോടുകൂടിയാണ് സരിത ഈ ബിസിനസ്സിൽ നിന്ന് പുറത്തായതെന്നും വളരെ ഗൗരവമേറിയ ആരോപണങ്ങൾ സോളാർ കമ്മീഷന് മുമ്പിൽ തെളിവ് സഹിതം PC ജോർജ് ഇന്ന് നൽകിയിരിക്കുന്നു. ശ്രീ MV ജയരാജൻ, താങ്കളുടെ ആദ്യ പ്രതികരണം. സോളാർ കേസിൽ മുഖ്യമന്ത്രി മുഖ്യപ്രതിയാണ്. ഇപ്പോൾ PC ജോർജ് അന്വേഷണ കമ്മീഷൻ മുമ്പാകെ വ്യക്തമാക്കിയ തെളിവുകൾ ഉൾപ്പെടെ എല്ലാ തെളിവുകളും മുഖ്യമന്ത്രിക്ക് സോളാർ കേസിൽ പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ്. മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നൊരു കാര്യം തെളിവുണ്ടോ എന്നാണ്. തെളിവുകൾ മാത്രമേ ഉള്ളൂ. പീപ്പിൾ TV നേരത്തെ പുറത്തുവിട്ടതായിരുന്നു മണിലാലിൻ്റെ സഹോദരൻ്റെ ടെലിഫോൺ സംഭാഷണ റെക്കോർഡുകൾ. മണിലാൽ ഏറ്റവും ഒടുവിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകരെ അഭിമുഖീകരിച്ച് നൽകിയ വിവരങ്ങൾ, സരിത നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് മാധ്യമങ്ങൾ 2 പേജ് വിട്ടപ്പോൾ മുഴുവൻ കാര്യങ്ങളും മാധ്യമങ്ങളുടെ മുമ്പാകെ പേജുകൾ മറിച്ചുകൊണ്ട് സരിത മറ്റൊരർത്ഥത്തിൽ ആ വിവരങ്ങൾ പുറത്തുവിടുകയായിരുന്നു. നോക്കുമ്പോൾ ആദ്യം മാധ്യമങ്ങൾ പുറത്തുവിട്ട 2 പേജിലെ കയ്യക്ഷരവും സരിത മാധ്യമങ്ങളുടെ മുമ്പാകെ കൊടുക്കാതെ കൊടുത്ത ആ പൂർണ്ണ പേജുകൾ ഉൾപ്പെടുന്ന രേഖയും ഒരേ കയ്യക്ഷരം, അത് രണ്ടിലും ഒരേ വിവരങ്ങൾ. അവിടെയും സോളാർ കേസിൽ മുഖ്യമന്ത്രി മുഖ്യപ്രതിയാണെന്ന് തെളിയിക്കുകയാണ്. നേരത്തെ മുഖ്യമന്ത്രി ഉപയോഗിച്ച ടെലിഫോണുകൾ ജോപ്പൻ മുതൽ സലീം രാജിൻ്റെ വരെയായിരുന്നുവെങ്കിൽ ആ ടെലിഫോണുകൾ ഏതൊക്കെ നമ്പറുകളിൽ വിളിച്ചു എന്നത് രേഖകൾ സഹിതം പുറത്തു വന്നപ്പോൾ സരിതയ്ക്കുള്ള ബന്ധം വ്യക്തമാക്കി. MG രാധാകൃഷ്ണൻ വിമാനയാത്രാ രേഖകൾ സഹിതം അന്വേഷണ കമ്മീഷന് മുമ്പാകെ വ്യക്തമാക്കിയ രേഖകൾ തെളിയിക്കുന്നത് ഡൽഹിയിൽ സരിതയും ഉമ്മൻചാണ്ടിയും ഒരു 27-ാം തീയതി കണ്ടുമുട്ടി എന്നുള്ള വിവരമാണ്. നിയമസഭയെപ്പോലും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ചു. ഞാൻ 29-നാണ് ഡൽഹിയിൽ പോയത് എന്ന് മുഖ്യമന്ത്രി പച്ച കള്ളം നിയമസഭയിൽ. ശ്രീ MV ജയരാജൻ, ഒന്ന് തിരിച്ചു വരാം പെട്ടെന്ന്. പുനരുജ്ജീവിപ്പിച്ച കേരള കോൺഗ്രസ് സെക്യുലറിന്റെ ജനറൽ സെക്രട്ടറി ഭാസ്കർ പിള്ള നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഭാസ്കർ പിള്ള, PC ജോർജിന്റെ ഇന്നത്തെ നീക്കം രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതുന്നുണ്ടോ? അതോടൊപ്പം തന്നെ താങ്കൾക്ക് നേരിട്ടറിയാവുന്ന, താങ്കൾ ആലപ്പുഴക്കാരനായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്, ആൻ്റണി എന്ന MP, പത്തനംതിട്ട MP, അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ ഒരു വലിയ സോളാർ ഫാക്ടറി തുടങ്ങിയിട്ടുണ്ടെന്ന് ഇന്ന് PC ജോർജ് ആരോപിച്ചിരിക്കുന്നു. ഇതെല്ലാം താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ശ്രീ ഭാസ്കർ പിള്ള? ഇത് എനിക്ക് മാത്രമല്ല, ഏതാണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ. ഏതാണ്ട് 1,60,000 കോടി രൂപയുടെ തട്ടിപ്പാണ് ടീം സോളാർ പദ്ധതിയിലൂടെ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ആൻ്റണി MP ആണ്. 1 കിലോവാട്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി 1,76,000 രൂപയാണ് ചെലവ് വരുമെന്ന് അവർ കണക്കുകൂട്ടിയിരിക്കുന്നത്. അതിൽ 92,000 രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സബ്സിഡി ലഭിക്കും. ബാക്കി ഉള്ള തുകയാണ് എടുക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ പകുതി ചെലവ് വെച്ച് ഇത് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടിയുള്ള നടപടികളുമായി കേരള സംസ്ഥാനത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ഇത് സോളാർ പാനൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഡയറക്ഷൻ കൊടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ മറ്റു പല മന്ത്രിമാരുടെ ഓഫീസുകളിലൊക്കെ ഇവിടെ നടത്തി കഴിഞ്ഞത്. അതിന് ഇവിടെ തെളിവുകൾ പ്രത്യേകം ഹാജരാക്കേണ്ട കാര്യമില്ല.
മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിനകത്തുള്ള പങ്ക് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ്. ഇങ്ങനെ ഒരു വലിയ കോടാനുകോടി രൂപയുടെ അഴിമതി കാട്ടാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. ശ്രീ അജിത് കുമാർ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ തെളിവുകളുടെ അഭാവം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിനെ വരെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ കേസിൽ. തീർച്ചയായിട്ടും സോളാർ കമ്മീഷന് മുമ്പിൽ ഞാനും ഹാജരായി തെളിവ് നൽകിയ ആളാണ്. അപ്പോൾ സോളാർ കേസ് ശക്തമായി അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇവിടെ സോളാർ കേസിൽ സരിത ബ്ലാക്ക്മെയിൽ ചെയ്ത് പണമുണ്ടാക്കുന്നുണ്ടോ? ഏറ്റവും പ്രധാനം, സരിത വാങ്ങിയ പണം കൊടുത്ത വ്യക്തികൾക്ക് എങ്ങനെ പണം നൽകി, എവിടെ നിന്ന് സോഴ്സസ് ഉണ്ടായി, ഇത്രയും പണം എവിടെ നിന്ന് ലഭിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ അന്വേഷിക്കണമെങ്കിൽ കേരളത്തിലെ ഒരു നിയമ സംവിധാനം അന്വേഷിച്ചാൽ ശരിയാകുമോ? അന്വേഷിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് സ്വതന്ത്രമായൊരു അന്വേഷണ സംവിധാനം പുറത്തുനിന്നുണ്ടാകണം. അതുകൊണ്ടാണ് PC ജോർജ് CBI അന്വേഷണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഞാനും ഒരു ചാനൽ ചർച്ചയിൽ അതിനെ അനുകൂലിച്ചത്. കാരണം പുറത്തുനിന്ന് അന്വേഷിച്ചാൽ മാത്രമേ, സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ സോളാർ കേസിൽ സത്യം പുറത്തുകൊണ്ടു. ശ്രീ ഭാസുരേന്ദ്രബാബു, ശ്രീ അജിത് കുമാർ പറയുന്നതിന് ഒരു വൈരുദ്ധ്യമായിട്ടുള്ളൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു മജിസ്ട്രേറ്റ് ഉൾപ്പെടെ സരിതയുടെ മൊഴി അട്ടിമറിച്ച ചരിത്രമാണ് നമുക്കിവിടെ ഉള്ളത്. എവിടെയാണ് നീതി നിയമം നടപ്പാക്കാൻ പോകുന്നത്? പുറത്തു നിന്നായാലും അകത്തു നിന്നായാലും ജുഡീഷ്യറിയിൽ നിന്നായാലും എല്ലാം. അല്ല, ഇതിനകത്ത് നിന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് PC ജോർജ് ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നത് 10,000 കണക്കിന് കോടി അല്ലെങ്കിൽ 10,000 കോടി രൂപയുടെ വലിയൊരു ഇടപാടാണ്. അതെ, ഒരു ബൃഹത് പദ്ധതി എന്ന നിലയ്ക്കാണ് അദ്ദേഹം ആദ്യം അതിൻ്റെ ഒരു അംഗബലം, അദ്ദേഹത്തിൻ്റെ സംഖ്യാബലം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം കുറേ കൂടി അതിനകത്ത് ഓർഗനൈസ്ഡായ കാര്യങ്ങൾ ഓർഗനൈസ്ഡായി അത് ഏകോപിപ്പിച്ച് അദ്ദേഹം പറയുമ്പോൾ അതിലും വിപുലമായ 1,60,000 കോടി രൂപ വരെ വിഭാവനം ചെയ്യാവുന്ന വലിയൊരു പദ്ധതിയിലേക്കാണ് നീങ്ങിയത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് കേവലം സരിത പോലെയോ ബിജു രാധാകൃഷ്ണൻ പോലെയോ വളരെ ചെറിയ മത്സ്യങ്ങൾക്ക് വിഭാവനം ചെയ്യാവുന്ന തുകയോ വിഭാവനം ചെയ്യാവുന്ന ഒരു പദ്ധതിയോ അല്ല, മറിച്ച് ഒരു സർക്കാർ പദ്ധതി, സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുക എന്ന സർക്കാർ പദ്ധതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി മാറാൻ ആഗ്രഹിച്ച അധികാരത്തിൻ്റെ കേന്ദ്രങ്ങൾ ഒന്നിച്ച് നിന്ന്, രാജയൊക്കെ ചെയ്ത മാതിരി ഒന്നിച്ച് നിന്ന് അത് വീതിച്ചെടുക്കാൻ നടത്തിയ ശ്രമത്തിൽ അതിൻ്റെ എന്താ പറയുക, പിരിവുകാർ മാത്രമായിരുന്നു, ചിട്ടിപ്പിരിവുകാർ മാത്രമായിരുന്നു ഈ ചെറിയ ആളുകൾ. ഇത് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇവരെല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന് ഇതിനകത്ത് ഇന്ന് PC ജോർജ് വെളിവാക്കിയ വളരെ പ്രധാനപ്പെട്ട കാര്യം, സരിതയുടെ ഒരുപക്ഷെ മജിസ്ട്രേറ്റ് കൊടുക്കാൻ കഴിയുമായിരുന്ന ആ 164 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെൻറ്റ് തകർത്ത രീതി ഒന്ന് നോക്കുക പ്രദീപ്. പെട്ടെന്ന് മജിസ്ട്രേറ്റ് നിയമ സെക്രട്ടറിയെ വിളിക്കുന്നു, നിയമ സെക്രട്ടറി AGയുമായി കൺസൾട്ട് ചെയ്യുന്നു. അങ്ങനെ മജിസ്ട്രേറ്റ് തന്നെ അപഹാസ്യമാവണ്ണം അതിനെ നശിപ്പിച്ച് കളയുന്നു, അല്ലെങ്കിൽ അബോർട്ട് ചെയ്യുന്നു, ഗർഭഗൃഹത്തിൽ വന്ന് ഛിദ്രം നടത്തുന്നു. എന്നിട്ട് പുതിയ ആൾക്കാരുമായി കണ്ണി ചേർന്ന് ആ ഇഷ്യൂ തമസ്കരിക്കുന്നു. നോക്കുക, ഒരു മജിസ്ട്രേറ്റ്, ഒരു വകുപ്പ് തല സെക്രട്ടറി, അതുമാതിരി തന്നെ അറ്റോർണി ജനറൽ അടക്കം ചേർന്ന് ഈ കാര്യം ചെയ്യുമ്പോൾ ഇതൊന്നും സരിത വിചാരിച്ചാൽ സമാഹരിക്കാവുന്ന കാര്യമല്ല, ബിജു രാധാകൃഷ്ണൻ വിചാരിച്ചാൽ സമാഹരിക്കുന്ന കാര്യമല്ല. ഞാൻ പലപ്പോഴും ചർച്ചകളിൽ പറയുന്നത് മാതിരി ഏറ്റവും വലിയ ഗുണഭോക്താവായ, അരങ്ങിന് പിന്നിൽ അണിയറയിൽ ഒളിച്ചിരിക്കുന്ന ആ ഏറ്റവും വലിയ അഴിമതിയുടെ ക്യാപ്റ്റൻ ആര് എന്ന് പറയുമ്പം എം വി ജയരാജൻ പറഞ്ഞതുമാതിരി അത് അധികാരത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥിരാകേന്ദ്രം തന്നെയായിരിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ CBI അന്വേഷണം മാത്രമാണ് സത്യത്തിൽ PC ജോർജ് പറയുന്നത് മാതിരി സാധ്യമാവുക. ഏതായാലും സോളാർ കമ്മീഷൻ്റെ മുന്നിൽ ഇത് വന്നിരിക്കുന്നത് കൊണ്ട് ആദ്യഘട്ടത്തിൽ നിന്ന് എത്ര വിപുലമായ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി രാപകൽ മെനക്കെടുത്തി ഇത് ഒഴിവാക്കാൻ നടത്തിയ ശ്രമത്തിന്റെ, രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിന്റെ ആധിക്യം എത്രയാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കും. ശ്രീ MV ജയരാജൻ, അവസാനമായി ഇപ്പോൾ കാര്യങ്ങൾ മറിഞ്ഞു വരികയാണ്, കൂടുതൽ വ്യക്തത കൈവരുന്നു, സമരത്തിന്റെ മുഖം മാറുന്നു. KM മാണിയിൽ മാത്രം ഒതുക്കി നിൽക്കേണ്ടതല്ല, ഉമ്മൻചാണ്ടിയിൽ തുടങ്ങി ആന്റണി MP വരെ എത്തി നിൽക്കേണ്ട അഴിമതിയുടെ വലിയ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഇടതുപക്ഷത്തിന്റെ സമരമുഖം? മുഖ്യമന്ത്രിയാണ് ഈ അഴിമതിക്കാരുടെ സംരക്ഷകൻ. കള്ളന് കഞ്ഞിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. അതിന് കാരണം മുഖ്യമന്ത്രി അഴിമതി കേസിൽ മുഖ്യപ്രതിയായതുകൊണ്ടാണ്. മുഖ്യമന്ത്രി നേരത്തെ തൻ്റെ ഓഫീസോ താനോ ഈ അഴിമതിയിൽ പങ്കില്ലെന്ന് പറഞ്ഞു കൈയൊഴിഞ്ഞു. അന്വേഷണ വിഷയത്തിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചോ അന്വേഷിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി അന്ന് വ്യക്തമാക്കി. എന്നാൽ
അന്വേഷണം ആരംഭിച്ചപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തെളിവുകളുടെ ഒരു ചാകര അന്വേഷണ കമ്മീഷന് മുമ്പാകെ വന്നപ്പോൾ ജസ്റ്റിസ് ശിവരാജന് നീതിബോധമുള്ളൊരു ന്യായാധിപൻ്റെ മുമ്പാകെ ഇത്തരത്തിലുള്ള തെളിവുകൾ എത്തിയാൽ ഒരിക്കലും അദ്ദേഹത്തിന് നിഷേധിക്കാൻ കഴിയില്ല. തീർച്ചയായും നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ദയവേത് ക്ഷമിക്കുക. അജിത് കുമാർ, അവസാനമായി എനിക്ക് ശ്രീ എം വി ജയരാജനോട് ഉൾപ്പെടെ പറയാനുള്ളത്, ഇവിടെ സത്യത്തിൽ ഈ കേസുകളൊക്കെ ഈ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന ആരാണ്? ബിജു രമേശനും PC ജോർജും അതുപോലെയുള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് ഇവിടെ പ്രതിപക്ഷം, ഞാൻ ആഗ്രഹിക്കുന്നത് പ്രതിപക്ഷം അതിൻ്റെ ധർമ്മം, ശ്രീ എം വി ജയരാജൻ ഉൾപ്പെടെ ധർമ്മം നിറവേറ്റേണ്ടത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. നിങ്ങൾ അന്വേഷണാത്മക പത്രക്കാരും ഇതുപോലുള്ള വ്യക്തികളും കൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ പുറകെ പോകാതെ ശക്തമായ പ്രതിപക്ഷം ഇതുപോലെയുള്ള ആരോപണങ്ങൾ കണ്ടെത്തി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന പ്രതിപക്ഷത്തെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം പറയുകയാണ് ശ്രീ ജയരാജൻ. വളരെയധികം നന്ദി ശ്രീ എം വി ജയരാജൻ. അതോടൊപ്പം തന്നെ ഡോക്ടർ ബിജു രമേശ്, ഭാസുരേന്ദ്ര ബാബു, അജിത് കുമാർ, ശ്രീ ഭാസ്കരപിള്ള ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.